ഭഗവാൻ ശ്രീബുദ്ധന്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്നു പൂർണ്ണൻ. ജ്ഞാനോദയം ലഭിച്ചതിന് ശേഷം ഒരു ദിവസം പൂർണ്ണൻ ബുദ്ധന്റെ അരികിലെത്തി വണങ്ങിയിട്ട് പറഞ്ഞു, ഭഗവാനെ, എനിക്ക് ജ്ഞാനോദയം ലഭിച്ചു. ഇനി അങ്ങയുടെ ഈ സന്ദേശം ഇതുവരെ സത്യമെന്തെന്നറിയാത്ത ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി എന്നെ അനുഗ്രഹിക്കണം. ബുദ്ധൻ ചോദിച്ചു, പൂർണ്ണ, നീ ധർമ്മപ്രചാരണത്തിനായി എങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്? പൂർണ്ണൻ മറുപടി നൽകി, ഭഗവാനെ, സുഖ എന്നു പറയുന്ന ആ പ്രദേശത്തേക്ക് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ബുദ്ധൻ അല്പം ഗൗരവത്തിൽ പറഞ്ഞു, പൂർണ്ണ, നീ ആലോചിച്ചാണോ ഈ തീരുമാനമെടുത്തത്? അവിടുത്തെ ജനങ്ങൾ വളരെ ക്രൂരന്മാരും മര്യാദയില്ലാത്തവരുമാണ്. ആരും അങ്ങോട്ട് പോകാൻ ധൈര്യപ്പെടാറില്ല. അവർ നിന്നെ അധിക്ഷേപിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്താൽ നീ എന്തു ചെയ്യും? പൂർണ്ണൻ ശാന്തനായി പറഞ്ഞു, ഭഗവാനെ, അവരെന്നെ ചീത്ത വിളിക്കുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കും, അവരെത്ര നല്ലവരാണ്. അവരെന്നെ ചീത്ത മാത്രമേ വിളിച്ചുള്ളൂ, കല്ലെടുത്തെറിഞ്ഞില്ലല്ലോ. ബുദ്ധൻ വീണ്ടും ചോദിച്ചു, ശരി, അവർ നിന്നെ കല്ലെറിയാൻ തുടങ്ങിയാലോ? പൂർണ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പോൾ ഞാൻ വിചാരിക്കും, അവരെത്ര കാരുണ്യമുള്ളവരാണ്. കല്ലുകൊണ്ടടിച്ചതേയുള്ളൂ, വടികൊണ്ടടിച്ച് എൻ്റെ എല്ലുകൾ ഒടിച്ചില്ലല്ലോ. ബുദ്ധൻ വീട്ടില്ല. അടുത്ത ചോദ്യം ചോദിച്ചു, അവർ വടികൊണ്ടടിച്ച് നിന്റെ കൈകാലുകൾ ഒടിച്ചാലോ? പൂർണ്ണൻ പറഞ്ഞു, ഭഗവാനെ, അപ്പോൾ ഞാൻ ചിന്തിക്കും, അവരെത്ര ദയയുള്ളവരാണ്. എന്നെ ജീവനോടെ വെച്ചല്ലോ, എൻ്റെ ജീവൻ എടുത്തില്ലല്ലോ. അവസാനമായി ബുദ്ധൻ ചോദിച്ചു, പൂർണ്ണ, അവരിൽ ആരെങ്കിലും നിന്നെ വാളുകൊണ്ട് വെട്ടി കൊലപ്പെടുത്തിയാൽ നീ എന്തു ചെയ്യും? പൂർണ്ണൻ ബുദ്ധന്റെ പാദങ്ങളിൽ വീണ് അത്യന്തം ഭക്തിയോടെ പറഞ്ഞു, ഭഗവാനെ, അപ്പോഴും എൻ്റെ മനസ്സ് അവരോട് നന്ദിയുള്ളതായിരിക്കും. കാരണം കഷ്ടപ്പാടുകളും പരീക്ഷണങ്ങളും നിറഞ്ഞ ഈ ശരീരത്തിൽ നിന്നും, ഈ ഭൂമിയിലെ ജീവിതത്തിൽ നിന്നും അവർ എന്നെ മുക്തനാക്കി തന്നു. അവർ കാരണം എനിക്ക് പെട്ടെന്ന് മോക്ഷം ലഭിച്ചു എന്ന് ഞാൻ കരുതും. ഇത് കേട്ടപ്പോൾ ഭഗവാൻ ബുദ്ധൻ അതീവ സന്തുഷ്ടനായി. ബുദ്ധൻ പൂർണ്ണനെ എഴുന്നേൽപ്പിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, പൂർണ്ണ, നിനക്ക് പൂർണ്ണനായിരിക്കുന്നു. നിനക്കിനി ലോകത്തിൻ്റെ ഏതു കോണിലും പോകാം. കാരണം നിന്നെ തോൽപ്പിക്കാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. നിന്റെ ഉള്ളിൽ ക്രോധമില്ല, പരാതികളില്ല, സകലത്തിനോടും കൃതജ്ഞത അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് മാത്രം. നീ ധർമ്മം പ്രചരിപ്പിക്കാൻ യോഗ്യനാണ്. ഈ കഥയുടെ ഗുണപാഠം, ഈ കഥയുടെ സന്ദേശം ഇതാണ്. 1. പരമമായ കൃതജ്ഞത, ദ പവർ ഓഫ് ടോട്ടൽ ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തോടും ലോകത്തോടും പരാതിപ്പെടാൻ തുടങ്ങും. എന്നാൽ പൂർണ്ണൻ നമ്മളെ പഠിപ്പിക്കുന്നത് കൃതജ്ഞത എന്ന ആത്മീയ ഭാവമാണ്. ഏതു മോശം സാഹചര്യത്തിലും നന്മ കാണാൻ കഴിയുന്നതാണ് യഥാർത്ഥ ആത്മീയത. 2. അജേയമായ മനസ്സ്, ദ ഇൻവിൻസിബിലിറ്റി ഓഫ് സോൾ. നമ്മളെ ആർക്കെങ്കിലും വേദനിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ മനസ്സ് ബാഹ്യലോകത്തിന് അടിമപ്പെട്ടിരിക്കുന്നു എന്നാണ്. എന്നാൽ പൂർണ്ണനെ വേദനിപ്പിക്കാൻ ലോകത്തിലെ ഒരു ആയുധത്തിനും കഴിയില്ല. കാരണം അവൻ്റെ ഉള്ളിൽ അഹംഭാവമില്ലായിരുന്നു. എവിടെ അഹങ്കാരമില്ലാതാകുന്നുവോ അവിടെ പരാതികളുമില്ലാതാകുന്നു. 3. സാക്ഷിഭാവവും സ്വീകരണവും. ജീവിതം നൽകുന്ന എന്തിനേയും, അത് സുഖമായാലും ദുഃഖമായാലും ജീവനായാലും മരണമായാലും ഒരുപോലെ സ്വീകരിക്കാൻ കഴിയുന്നതാണ് ആത്മീയതയുടെ പൂർണ്ണത. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും തളർന്നു പോകാറുണ്ട്. എന്നാൽ പൂർണ്ണന്റെ ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സാഹചര്യങ്ങളല്ല നമ്മളെ ദുഃഖിപ്പിക്കുന്നത്, മറിച്ച് ആ സാഹചര്യങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ്. ഉള്ളിൽ സ്നേഹവും കൃതജ്ഞതയും മാത്രം സൂക്ഷിച്ചാൽ ഈ ലോകത്തിൽ ഒരു പ്രതിസന്ധിക്കും നിങ്ങളെ തളർത്താൻ കഴിയില്ല. ആ ആത്മീയ പൂർണ്ണതയിലേക്ക് നമുക്കും വളരാം. നന്ദി.